ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നുവെന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ വിജയകുമാർ, ശങ്കരദാസ് എന്നിവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ കോടതി ആശ്ചര്യം രേഖപ്പെടുത്തുകയാണ്. പഴുതടച്ച അന്വേഷണം വേണം എന്ന മുന്നറിയിപ്പ് SITക്ക് ഹൈക്കോടതി നൽകുന്നു. വിവേചനത്തോടുകൂടി അന്വേഷണത്തെ കാണരുത് എന്നുള്ള മുന്നറിയിപ്പ് കൂടി കോടതി നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ കോടതി എന്താണ് സൂചിപ്പിക്കുന്നത്? വിഷ്ണു. TK, ഇത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചല്ല, മറിച്ച് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നേരത്തെ ദേവസ്വം ബെഞ്ചാണ്. പക്ഷേ ജാമ്യ ഹർജി, ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജികൾ പരിഗണിക്കുന്നത് A ബദറുദ്ദീന്റെ ബെഞ്ചിലാണ്. ഇന്ന് 3 പേരുടെ ജാമ്യ ഹർജി തള്ളിയിരുന്നു. N വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും KS ബൈജുവിന്റെയും. ആ ജാമ്യ ഹർജിയുടെ വിധിപ്പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്താണ് ഇപ്പോൾ A ബദറുദ്ദീൻ അതിരൂക്ഷ വിമർശനം അല്ലെങ്കിൽ അതൃപ്തി ഒക്കെ SITക്കെതിരെ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഇതിൽ അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യമാണ് ചോദിക്കുന്നത്. A പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് KP ശങ്കർദാസിനെയും N വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യാത്തത്? ക്രിമിനൽ ലയബിൾ, അവരും ഈ കേസുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന ആളുകളല്ലേ, ഒരേ സമയത്തുണ്ടായിരുന്ന ആളുകളല്ലേ, അവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് എന്നുള്ള കാര്യത്തിലാണ് കോടതി ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. അതിലാണ് കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുന്നത്. അതിനൊരു കാരണമുള്ളത്, കഴിഞ്ഞ തവണ ഈ ശ്രീകുമാറിന്റെയും ജയശ്രീയുടെയും ജാമ്യാപേക്ഷ തള്ളിയ ഘട്ടത്തിൽ കോടതി വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഇതിന്റെ അന്വേഷണം താഴേക്കിടയിൽ മാത്രം നിന്നാൽ പോരാ, ഇത് ഒരു വലിയ ഗൂഢസംഘമാണ്. ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ അല്ലെങ്കിൽ ഇതിന്റെ മുഖ്യ സൂത്രധാരൻ ആരൊക്കെയാണ്, അവരിലേക്ക് കൂടി അന്വേഷണം എത്തണമെന്ന് കഴിഞ്ഞ തവണത്തെ ഉത്തരവിൽ ഇതേ ബെഞ്ച് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരം ലെവലിലേക്കൊന്നും അന്വേഷണം പോയില്ല. നമുക്കറിയാം, ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട അറസ്റ്റ് എന്ന് പറയുന്നത് പത്മകുമാറിന്റെ അറസ്റ്റാണ്. അതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്കും SIT കടന്നില്ല. SITയുടെ അന്വേഷണം മന്ദഗതിയിലാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ഇതിന്റെ വിധി, ഈ 3 പേരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധിപ്പകർപ്പ് പുറത്തേക്ക് വരുന്നത്. അതിലാണ് കോടതി വളരെ കൃത്യമായി പറയുന്നത്, ഈ വിജയകുമാറും ശങ്കർദാസും ഈ ബോർഡിൽ അംഗങ്ങളായി ഇരുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ് അവരുടെ കസ്റ്റഡിയിൽ എടുക്കാത്തതും അവരെ ചോദ്യം ചെയ്യാത്തതെന്നും അതിൽ വലിയ ആശ്ചര്യമുണ്ട് എന്നാണ് കോടതി പറയുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് A പത്മകുമാർ. അദ്ദേഹത്തിന്റെ അറസ്റ്റ് നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആ ബോർഡ് അംഗങ്ങളിൽ എല്ലാവർക്കും തന്നെ ഇതിൽ കൂട്ടുത്തരവാദിത്തമില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കോടതി ചോദിക്കുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 തവണയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചത്. ആ 3 തവണയും അന്വേഷണം ശരിയായ ദിശയിലാണ്, അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതേ ബെഞ്ച്, അതായത് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ച് തന്നെ കഴിഞ്ഞ തവണ അന്വേഷണത്തിൽ വലിയ പ്രശ്നങ്ങളില്ല, അന്വേഷണം കാര്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ അടുത്ത ലെവലിലേക്ക്, അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം പോകണം എന്നുകൂടി കഴിഞ്ഞ തവണ ഇതേ ബെഞ്ച് പറഞ്ഞിരുന്നു. പുറത്തു വരുന്നത് കോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ്. പിന്നീട് അതിന്റെ അന്വേഷണത്തിന്റെ ഘട്ടങ്ങളിലെല്ലാം കോടതിയുടെ ഒരു മേൽനോട്ടവും പരിശോധനയും നിരീക്ഷണവും ഒക്കെ ഈ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അന്വേഷണത്തിൽ ചിലരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നൊരു സംശയം, അതിലൊരാശ്ചര്യം കോടതി പ്രകടിപ്പിക്കുന്ന ഘട്ടം. ഇതേ കാര്യം തന്നെ പ്രതിപക്ഷം മറ്റൊരു തരത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചിലർക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ട് സർക്കാർ, SIT അന്വേഷണത്തിലടക്കം ഇടപെടുന്നു എന്നുള്ള ആക്ഷേപം പ്രതിപക്ഷം സജീവമായി ഉയർത്തുന്നതാണ്. അങ്ങനെ പ്രതിപക്ഷം ഒരു വിമർശനം ഉന്നയിക്കുന്നതിനിടെ കോടതി ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുമ്പോഴത് പ്രതിപക്ഷത്തിനു കൂടി ആയുധമായി മാറുമല്ലോ. വിഷ്ണു സുരേഷ്. TK, ഉറപ്പായും പ്രതിപക്ഷത്തിന് ആയുധമാകും ഈ കോടതിയുടെ പ്രസ്താവന എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ SITക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകാത്തത്. SIT നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വേഗതയുണ്ട് SIT അന്വേഷണത്തിന്, ആ വേഗതയിൽ അല്പം കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ SITക്ക് മേൽ ചുമത്തുന്ന സമ്മർദ്ദമാണ്, ചില പ്രധാനപ്പെട്ട അറസ്റ്റുകൾ തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് പ്രതിപക്ഷ നേതാക്കൾ ഒന്നാകെ അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കോടതി തന്നെ അക്കാര്യത്തിൽ ഒരു പടി കൂടി കടന്ന് ഒരു ആശ്ചര്യത്തോടെയുള്ള നിരീക്ഷണം വ്യക്തമാക്കുന്നത്. അതിൽ 2 പേരുകൾ കൂടി എടുത്തു പറയുന്നുണ്ട്, ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും. അവർ ഈ ബോർഡ് അംഗങ്ങളായിരുന്നു, അതായത് പത്മകുമാറിന്റെ ബോർഡിലെ അംഗങ്ങളായിരുന്നു അവർ. പക്ഷേ അവരെ എന്തുകൊണ്ട് ആണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത്, ചോദ്യം ചെയ്യാത്തത് എന്നാണ് കോടതി ചോദിക്കുന്നത്. അതൊരു സ്വാഭാവിക ചോദ്യം തന്നെയാണ്. കഴിഞ്ഞ തവണയും ഇതേ തരത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകണം, അതായത് ഇതിന്റെ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തണമെന്ന് പറഞ്ഞ അതേ കോടതിയാണ് ഇത്തവണ പേരെടുത്ത് ചോദിക്കുന്നത്. അതിൽ വലിയ അത്ഭുതമുണ്ട് എന്ന് കോടതി പറയുകയാണ്. അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമായി
ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കുകയാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ സിംഗിൾ ബെഞ്ചാണ്. ഈ അന്വേഷണ സംഘം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ദേവസ്വം ബെഞ്ചാണ്. പക്ഷേ ദേവസ്വം ബെഞ്ചല്ല ഈ വിമർശനം ഉന്നയിക്കുന്നത്, മറിച്ച് സിംഗിൾ ബെഞ്ചാണ്. അതുകൊണ്ട് അതിൽ അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലാണ് ആ ബെഞ്ചിലേക്ക് ഈ ഹർജി എത്തുന്നത്. അത്തരം അന്വേഷണം കുറച്ചുകൂടി വിപുലമാക്കി കൊണ്ടുപോകാൻ കോടതി പറയുന്ന ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഈ നിരീക്ഷണം അത് പ്രതിപക്ഷത്തിന് വലിയ മേൽക്കൈ നൽകുന്നതാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ചത് ആ കോടതിയും സ്ഥിരീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.